സ്പോട്ട് ലൈവിന് പോകുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലം കുണ്ടറയിൽ പോക്സോ കേസിൽ പ്രതി അറസ്റ്റിൽ. പെരുമ്പുഴ സ്വദേശി പുഷ്പാങ്കദനാണ് പിടിയിലായത്. 5 വയസ്സുള്ള കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് നടപടി. വീട്ടിൽ ആളില്ലായിരുന്ന സമയം കുട്ടിയെ ഇയാൾ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഈ കേസിനാസ്പദമായ സംഭവം എന്നായിരുന്നു? എങ്ങനെയാണ് പ്രതിയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത്? ടോം, കഴിഞ്ഞ ദിവസമാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കൊല്ലം കുണ്ട്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പ്രതിയെ പോലീസ് കൈയോടെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. 5 വയസ്സുള്ള ഒരു കുട്ടിയോടാണ് ലൈംഗികാതിക്രമം നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് പോലീസിന് ലഭ്യമായതും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കുട്ടിയുടെ വിശദമായ മൊഴിയെടുക്കുകയും ചെയ്തു. കുട്ടി കൃത്യമായി ഒരു ലൈംഗികാരോപണം ഉന്നയിക്കുന്നുണ്ട്. പീഡനം നടന്ന കാര്യങ്ങളെല്ലാം തന്നെ കുട്ടി പറയുകയും ചെയ്തു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പുഷ്പാങ്കദൻ എന്നു പേരുള്ള ഒരു ആളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 50 വയസ്സ് പ്രായമുണ്ട്. ഇയാൾ കൽപ്പണിക്കാരനാണ്. ഇയാൾ അവിവാഹിതനാണ് എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഈ കുട്ടിയോട് ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമം നടത്തിയതിനെ തുടർന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പുള്ളി പുഷ്പാങ്കദനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ പുഷ്പാങ്കദൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ പലതരത്തിലുള്ള കേസുകൾ, പോക്സോ കേസുകൾ ദിനംപ്രതി ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ വ്യാപകമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികൾക്കുള്ള ബോധവൽക്കരണങ്ങളെല്ലാം തന്നെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു അക്രമങ്ങളും കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇതിനെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകണമെന്നുള്ളൊരാവശ്യവും ഉയർന്നു വരുന്നുണ്ട്. ടോം, ഇതിനു മുൻപ് ഏതെങ്കിലും കേസുകളിൽ ഇയാൾ പിടിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണോ? സമാനമായ രീതിയിൽ ഏതെങ്കിലും ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണോ പിടിയിലായ പുഷ്പാങ്കദൻ? ടോം, അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്നില്ലെങ്കിൽ പോലും ഇയാൾക്കെതിരെ മറ്റ് കേസുകളൊന്നും തന്നെ ഇല്ലാന്നാണ് അറിയുന്നത് പ്രാഥമികമായിട്ട്. പക്ഷേ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം ആയി ബന്ധപ്പെട്ട് ആ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് ഇയാൾക്കും ആ സമയത്ത് അപകടം സംഭവിച്ച ഒരു ആളാണ്. ദേഹമാസകലം പൊള്ളലൊക്കെയേറ്റ് ആ സമയങ്ങളിൽ അയാൾ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരു ആളാണ് എന്ന് പോലീസിന് ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധമില്ലെങ്കിൽ പോലും നമ്മൾ പറഞ്ഞു പോയതാണ്. പക്ഷേ അങ്ങനെ ഒരു ആളാണ് ഇത്തരത്തിലേക്ക് പെട്ടിരിക്കുന്നത്. 5 വയസ്സ് പ്രായമുള്ള കുട്ടിയെ വീട്ടിലെത്തി ലൈംഗികമായിട്ട് ഉപദ്രവിക്കുകയായിരുന്നു. കുട്ടിയുടെ പെരുമാറ്റത്തിൽ ഉണ്ടായ ചില സംശയങ്ങൾ, അതുപോലെ തന്നെ കുട്ടിയുടെ ദേഹമാസകലനം, ചില മുറിപ്പാടുകൾ, കുട്ടിക്ക് ശാരീരികമായിട്ട് അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും ചെയ്തു. മാതാപിതാക്കളോട് കുട്ടി ഇത് വെളിപ്പെടുത്തിയതോടു കൂടിയാണ് പോലീസിൽ അവർ പരാതി നൽകാൻ തയ്യാറായത്. സൗഹൃദപരമായിട്ടുള്ള മൊഴിയെടുപ്പായിരുന്നു സ്റ്റേഷനിൽ ഉണ്ടായത്. കുട്ടിയെ വിളിച്ച് അടുത്തിരുത്തി സൗഹൃദപരമായിട്ടുള്ള മൊഴിയെടുപ്പിലാണ് കുട്ടി കൃത്യമായി ഈ പീഡന വിവരങ്ങളും ഇങ്ങനെ ഉപദ്രവിച്ച കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തിയത്. ഉടൻ തന്നെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ വ്യക്തമാണ്. എസ് വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കുണ്ടറയിലാണ് പോക്സോ കേസിൽ, അതായത് വീട്ടിൽ ആളില്ലായിരുന്ന സമയം നോക്കി ഒരു 5 വയസ്സുള്ള കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിൽ പ്രതിയെ പിടികൂടിയിരിക്കുന്നു. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു.